إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അക്രമം പ്രവർത്തിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അത് സ്വന്തത്തോടായിരുന്നാലും അള്ളാഹുവിനോടായിരുന്നാലും മറ്റ് സൃഷ്ടികളോടാണെങ്കിലും ഒരു തരത്തിലുള്ള ളുൽമും കാണിക്കരുത് എന്നുള്ളത് അള്ളാഹുവിന്റെ ശക്തമായ നിർദ്ദേശമാണ്, വിലക്കാണ്. ളുൽമ് എന്നാണ് ഖുർആനിലും ഹദീസിലും ഈ ആശയത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അക്രമം അല്ലെങ്കിൽ അനീതി, അതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ചുരുക്കുക എന്നാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. സൂറത്തുൽ കഹ്ഫിലെ 33-ാമത്തെ ആയത്തിൽ 2 തോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ആ തോട്ടങ്ങൾ അതിന്റെ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. വലം തളിം മിൻഹു ശൈഅൻ, അതിൽ നിന്ന് ഒന്നിനെയും ളുൽമ് കാണിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് അതിൽപ്പെട്ട ആ തോട്ടം നൽകേണ്ടുന്ന ഫലങ്ങളിൽ അല്ലെങ്കിൽ എന്താണോ അതിൽ നിന്ന് കിട്ടേണ്ടത് അതിൽ ഒരു കുറവും വരുത്തുകയില്ല എന്നാണ് ഈ ളുൽമ് എന്ന വാക്കിന് ചില മുഫസ്സിറുകൾ അർത്ഥം നൽകിയിട്ടുള്ളത്. അപ്പോൾ ളുൽമ് എന്നതിന്റെ അടിസ്ഥാനപരമായ അർത്ഥം ചുരുക്കുക, കുറക്കുക എന്നാണ്. ഈ അർത്ഥത്തിൽ തന്നെ ളുൽമിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 2 തരത്തിലുള്ള ളുൽമുകൾ ഉണ്ടാവും. ഒന്ന്, അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ബാധ്യതകളിൽ വീഴ്ച വരുത്തുക, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതൊരു ളുൽമാണ്. ചെയ്യരുത് എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതും വിലക്ക് പാലിക്കുക എന്നതിലുള്ള കുറവ് വരുത്തലാണ്. മൊത്തം മനുഷ്യൻ കാണിക്കുന്ന ളുൽമുകൾ പരിശോധിച്ചാൽ ഇങ്ങനെ 2 തരമായിരിക്കും. ചെയ്യാൻ കൽപ്പിച്ചവ ചെയ്യാതിരിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞവ ചെയ്യുകയോ ചെയ്യുക. ഇത് രണ്ടും അക്രമമാണ്, അനീതിയാണ്. ഇനി ആരോട് അക്രമം കാണിക്കുന്നു എന്നത് പരിശോധിച്ചാൽ മനുഷ്യൻ അള്ളാഹുവിനോട് അക്രമവും അനീതിയും കാണിക്കുന്നുണ്ട്. അക്രമം കാണിക്കുന്ന അള്ളാഹുവിനെ ദ്രോഹിക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു നേരത്തെ പറഞ്ഞ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനോട് ചെയ്യുന്ന ളുൽമാണ്, സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന ളുൽമാണ്. കാരണം എന്താ, അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ഈ ചെയ്തവനാണ്. അതുകൊണ്ടാണ് ലലമ നഫ്സഹു, സ്വന്തത്തെ ആക്രമിച്ചവൻ, സ്വന്തത്തോട് അനീതി കാണിച്ചവൻ എന്നൊക്കെയുള്ള പ്രയോഗം ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുള്ളത്. നാം തെറ്റ് ചെയ്താൽ, നാം വീഴ്ച വരുത്തിയാൽ അത് നാം നമ്മെ ദ്രോഹിക്കലാണ്. കാരണം അതിന്റെ ഫലം, ശിക്ഷ നമ്മളാണ് അനുഭവിക്കേണ്ടത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിനോട് മനുഷ്യൻ ളുൽമ് കാണിക്കുന്നു. അള്ളാഹുവിനോടുള്ള ളുൽമിൽ ഏറ്റവും ശക്തമായ ളുൽമ് എന്ന് പറയുന്നത് ശിർക്കാണ്. ഇന്ന ശിർക ളുൽമുൻ അദീം. കാരണം അള്ളാഹുവിന് നമ്മൾ നൽകേണ്ടുന്ന അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അപ്പൊ അതിന്റെ വിപരീതമാണ് ശിർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്രമങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കാര്യം അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമമാണ്, അനീതിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ശിർക്കാണ്. അത് ഞാനോട് വിശദീകരിക്കുന്നില്ല, കാരണം മുമ്പ് പലവട്ടം വിശദീകരിച്ചു പോയതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുക എന്നതാണ്. അതിൽ തന്നെ വൻപാപങ്ങളും ചെറിയ പാപങ്ങളും ഉണ്ടാകും. വൻപാപങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഗുരുതരമായ അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ, അതും ചെയ്യാൻ പാടില്ല. പക്ഷെ അത് ചെയ്താലും അതെന്തായി, അള്ളാഹുവിനുള്ള ളുൽമാണ്. അപ്പൊ അതിന്റെ ദർജയിൽ, ഗ്രേഡിൽ വ്യത്യാസമുണ്ടാകും. ഏത് അവസ്ഥയിലുള്ളതാണെങ്കിലും, വലുതാകട്ടെ ചെറുതാകട്ടെ, പൊറുക്കുന്നതാകട്ടെ പൊറുക്കാത്തതാകട്ടെ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായതോ ചെയ്യരുതെന്ന വിലക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നതോ ആയ ഒരു ദ്രോഹവും അള്ളാഹുവിനോട് കാണിക്കാൻ പാടില്ല. രണ്ടാമത്തേത് മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തത്തോടുള്ള അക്രമമുണ്ട്, മറ്റുള്ളവരോടുള്ള അക്രമവുമുണ്ട്. മനുഷ്യർ പരസ്പരം ചെയ്യുന്ന അക്രമം, അനീതി എന്ന് പറയുന്നത് അതിന്റെ ആകത്തുക പരിശോധിച്ചാൽ 3 കാര്യങ്ങളിൽ അത് ഒതുങ്ങി നിൽക്കുന്നു എന്ന് കാണാം. കാരണം ഖുർആനിലും ഹദീസിലും നൽകപ്പെട്ടിട്ടുള്ള താക്കീതുകൾ പരിശോധിച്ചാൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹജ്ജത്തുൽ വദാഇൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു. അതിന് പ്രവാചകന്മാർ നൽകിയിട്ടുള്ള താക്കീതുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചിരിക്കുക, അള്ളാഹു ഇനി അതിന് സാക്ഷിയാണ് എന്ന് 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള ഉപദേശങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ഹറാമുൻ അലൈക്കും. സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ മാനം, ഇത് 3 ഹറാമാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു കളങ്കപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതാണ്.
ഹറാമാക്കിയതാണ്, കളങ്കപ്പെടുത്തുന്നതിന് ഹറാമാക്കിയതാണ്. കളങ്കപ്പെടുത്തുന്നത് ഹറാമാക്കി എന്ന് പറഞ്ഞാൽ പവിത്രമാണ്. ഹറാമിന് രണ്ടർത്ഥമുണ്ട്. പവിത്രം, അപ്പൊ മസ്ജിദുൽ ഹറാം എന്ന ഹറാമായ പള്ളി എന്നല്ല, പവിത്രമായ പള്ളി എന്നാണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു കളങ്കപ്പെടുത്താൻ പാടില്ല എന്ന നിലക്ക് പവിത്രമാക്കിയിരിക്കുന്നു ഇവിടെ. എന്നിട്ട് അതിന്റെ ഈ ദിവസം പോലെ, അതായത് ദുൽഹിജ്ജ 10 പോലെ, ദുൽഹിജ്ജ മാസം പോലെ എന്നൊക്കെ, ഈ നാട് പോലെ, അതായത് ഹറം പ്രദേശം പോലെ ഇതൊക്കെ പവിത്രമാണ് എന്ന് പറയും. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് രക്തം. രക്തം എന്ന് പറഞ്ഞാൽ രക്തം ഉള്ളപ്പോഴാണ് മനുഷ്യന്റെ ജീവൻ നിലനിൽക്കുന്നത്. രക്തം വാർന്നു പോയാൽ മരണപ്പെടും. അപ്പൊ രക്തം വാർന്നു പോകാൻ ഇടയാകുന്ന കുത്തലോ മുറിവോ അടിയോ ഇടിവോ അങ്ങനെയുള്ള എന്തെല്ലാം കാരണങ്ങളുണ്ട്, രക്തം പുറത്തേക്ക് ഒഴുകിയാലും ശരി, രക്തത്തിന്റെ പ്രവാഹം തടസ്സപ്പെട്ടാലും ശരി, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാലും ശരി, ഒരു മനുഷ്യനെ ശാരീരികമായി ഉപദ്രവിക്കുക, അതിൽ ഏറ്റവും വലുത് രക്തം ചിന്തുകയോ രക്തത്തിന് തടസ്സമുണ്ടായി മനുഷ്യൻ മരണത്തിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല. അപ്പൊ അത് മനുഷ്യന്റെ ശരീരത്തിൽ നടത്തുന്ന ഏതൊരു അതിക്രമവും അതിൽപ്പെടും. അതാണ് മനുഷ്യന്റെ ശരീരമാണ് സമ്പത്തിനേക്കാൾ വലുത്. രണ്ടാമത്, മനുഷ്യന്റെ ശരീരത്തെ പോലെ തന്നെ സംരക്ഷിക്കേണ്ടുന്ന, ഇസ്ലാം സംരക്ഷിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് മനുഷ്യന്റെ മാനം കാക്കുക എന്ന് പറയുന്നത്. ഒരാൾക്ക് ശരീരമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല, രക്തമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ മനുഷ്യനുള്ളതാണ് മാനം എന്ന് പറയുന്നത്, അഭിമാനം. ഈ മാനത്തിന് കളങ്കമേൽപ്പിക്കാൻ പാടില്ല. മാനം കെട്ടവന് ദുനിയാവിൽ ജീവിക്കാൻ സാധ്യമല്ല. കാരണം മൃഗങ്ങളെ പോലെ ആയിത്തീരും. മാനമില്ലാത്തൊരുവത്തൻ ഇറങ്ങി നടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ പറയും മാനഭംഗം, ഇത് വലിയ കുറ്റാണ്. ഇസ്ലാമിക നിയമത്തിലല്ലാതെ തന്നെ മാനഭംഗപ്പെടുത്തുക, വ്യഭിചരിച്ചാൽ അതിനെന്താ പറയാ, അല്ലെങ്കിൽ ബലാത്സംഗം നടത്തിയാൽ മാനഭംഗപ്പെടുത്തി എന്ന് പറയും. അതായത് മാനം കെടുത്തുകയാണ്. അങ്ങനെ മാനം കെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയും ഉണ്ടാകാൻ പാടില്ല. പിന്നെ മൂന്നാമത്തത് എന്താണ്? മനുഷ്യന്റെ ജീവനും മാനവും കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ സ്വത്താണ്, ധനം. അത് പണമാകട്ടെ, പൈസയാകട്ടെ, സ്വർണമാകട്ടെ, ഭൂമിയാകട്ടെ, എന്തുമാകട്ടെ, അത് മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് ഖുർആൻ ഖിയാമൽ ലിന്നാസ്, മനുഷ്യരുടെ നിലനിൽപ്പിന്റെ ആധാരമാണ് എന്ന് ഖുർആൻ 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ ഒന്ന് സമ്പത്തിനെ കുറിച്ചാണ്. ഇത് മൂന്നും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന 3 കാര്യങ്ങളാണ് ഇപ്പറഞ്ഞ 3 ഈ 3 കാര്യത്തിലും മനുഷ്യൻ പരസ്പരം കളങ്കപ്പെടുത്താൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല, അക്രമം കാണിക്കാൻ പാടില്ല. അത് കളങ്കപ്പെടുത്തുക എന്ന് പറയുന്നത് നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അവ പവിത്രമാണ് എന്ന് ഹജ്ജത്തുൽ വദായിലടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്ന കൂട്ടത്തിൽ പറഞ്ഞു. ഇനി ഈ കാര്യങ്ങൾ പരിശോധിച്ചാൽ, രക്തത്തിൽ കളങ്കമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിന് മുഴുവൻ അല്ലെങ്കിൽ അതിന്റെ ഏതൊരു ഭാഗത്തുണ്ടാകുന്ന രക്ത ഒഴുക്കുന്ന, മുറിവേൽപ്പിക്കുന്ന അതുപോലുള്ള ഏത് കാര്യങ്ങളും അതിൽപ്പെടും. സമ്പത്തിലുള്ള അതിക്രമം എന്ന് പറഞ്ഞാൽ സ്വയം ഒരാൾ ചെയ്യേണ്ടുന്ന ബാധ്യത നിർവഹിക്കാതിരിക്കുക, ചെലവഴിക്കേണ്ടത് ചെലവഴിക്കാതിരിക്കുക. ഇനി ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ ഹറാമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുക, മറ്റൊരാൾക്ക് കൊടുക്കേണ്ടുന്ന അവകാശങ്ങൾ നൽകാതിരിക്കുക, മറ്റൊരാളുടെ സമ്പത്തിന് നാശകരമാകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ഇതൊക്കെ സമ്പത്തിൽ കാണിക്കുന്ന അതിക്രമമാണ്. അപ്പൊ അത് സ്വന്തത്തോടും ഉണ്ടാകും, മറ്റുള്ളവന്റെ സമ്പത്തിലും ഉണ്ടാകും. ഇതേപോലെ മാനം കെടുത്തുക അല്ലെങ്കിൽ മാനത്തെ കളങ്കപ്പെടുത്താൻ പാടില്ല, അത് പവിത്രമാണ് എന്ന് ഇസ്ലാം പറഞ്ഞതിൽ ആ മാനവുമായി ബന്ധപ്പെട്ടതാണ് വ്യഭിചരിക്കൽ. അല്ലെങ്കിൽ ഒരുത്തൻ മറ്റൊരുത്തനെ സ്വവർഗരതിക്ക് വിധേയമാക്കി, അത് മാനം കെടുത്തലാണ്. ആളുകൾക്കിടയിൽ മാനം കെട്ടുപോകും. ചെയ്തവൻ മാത്രമല്ല, വിധേയമായവനും മാനം കെടും. അവനെ ആളുകൾ വിലയിരുത്തും, ഇങ്ങനൊരു മാനക്കേടിന് വിധേയനായവനാണ്, അയാളൊരു കുറ്റക്കാരനുമല്ല. അതുകൊണ്ടാണ് ഇപ്പോ ലോകത്തുള്ള ഭൗതിക നിയമങ്ങളിൽ പോലും ഇത്തരം വ്യഭിചാരത്തിൽ പ്രതികളായ അല്ലെങ്കിൽ ബലാത്സംഗത്തിനിരയായ അല്ലെങ്കിൽ അത്തരം പീഡനങ്ങൾക്ക് ഇരയായ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ അവരുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ഭൗതിക നിയമമാണ്. പേര് പറയാൻ പാടില്ല. ഒരു വ്യക്തി എന്ന് പറയാം, ആളുടെ ഫോട്ടോ വീഡിയോ പ്രസിദ്ധീകരിക്കാൻ പാടില്ല, പേരോ നാടോ പറയാൻ പാടില്ല. ഒരു വ്യക്തിയെ എന്ന് മാധ്യമങ്ങളും പത്രക്കാരൊക്കെ എഴുതുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇന്ത്യൻ നിയമമാണ്, ലോകത്തുള്ള നിയമമാണ്. അത് അള്ളാഹു തന്നെ പറഞ്ഞതാണ്. അത് മാനഭംഗമാണ്, പാടില്ല, ചെയ്യാൻ പാടില്ല, വെളിപ്പെടുത്താൻ പാടില്ല. വ്യഭിചരിക്കാത്ത, തെറ്റ് ചെയ്യാത്ത ഒരുത്തനെ കുറിച്ച് ഖദ്ഫ് ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന മാനഭംഗം എന്ന് പറയുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഈ നിലക്ക് ഇങ്ങനെ നോക്കിയാൽ ഒന്നും ഒഴിവില്ല. മനുഷ്യരുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മനുഷ്യൻ പവിത്രമായി കാണുന്ന അല്ലെങ്കിൽ അവന്റെ ജീവന്റെയോ സമ്പത്തിന്റെയോ നിലനിൽപ്പിന് ആധാരമായ കാര്യങ്ങളിലൊന്നും അക്രമവും അന്യായവും പാടില്ല. അപ്പൊ അത് വിശദീകരിക്കാതെ മൊത്തത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കി ഇനി എന്തൊക്കെ ഖുർആനിലും ഹദീസിലും വിലക്കിയിട്ടുണ്ടോ, ഹറാമാക്കിയിട്ടുണ്ടോ, അതൊക്കെ ഇതിന്റെ വിശദീകരണങ്ങളും വിവരണങ്ങളും മാത്രമാണ്. അങ്ങനെയുള്ള എല്ലാ നുൽമകളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ഇബാദി, എന്റെ അടിമകളെ. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, ഞാൻ എന്റെ മേൽ ലുൽമിനെ, അക്രമം പ്രവർത്തിക്കുക എന്ന് പറയുന്നതിനെ
ഹറാമാക്കിയിരിക്കുന്നു. എന്നാൽ അള്ളാഹു ആരോടും അന്യായമായ ഒരു കാര്യവും ചെയ്യുകയില്ല. ഒരക്രമം അല്ല ചെയ്യൂല. മനുഷ്യൻ എന്തൊരു സംഗതി ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകാതിരിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്ത് അനുസരിച്ചാണ്. ഒരാൾക്ക് ഗുണകരമാകാം, വേറൊരാൾക്ക് അത് ദോഷമായി തോന്നാം. അതേ കാര്യം. അപ്പോ ആത്യന്തികമായി അക്രമമായ അനീതിയായ ഒരു കാര്യവും ഈ ലോകത്ത് അള്ളാഹു നടപ്പിലാക്കിയിട്ടില്ല. വ്യക്തിപരമായിരിക്കാം. അപ്പൊ എന്താ, ഒരാൾക്ക് അന്യായമായി മോശമായി തോന്നിയത് വേറൊരാൾക്ക് ഗുണമായി തോന്നും. അതുകൊണ്ട് തന്നെ ആത്യന്തികമായ ശർറ്, ലുൽമ്, അക്രമം എന്നാൽ അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല. ഇനി അള്ളാഹു പ്രതിഫലം നൽകുന്നത് കുറവ് വരുത്തുക അല്ലെങ്കിൽ പ്രതിഫലം കൊടുക്കാതിരിക്കുക, അത് അനീതിയാണ്. ശിക്ഷ തിന്മയേക്കാൾ കൂടുതലായി ശിക്ഷ കൊടുക്കുക, അതും അനീതിയാണ്, അക്രമമാണ്. അപ്പൊ ലുൽമ് എന്ന സന്ദർഭത്തിനനുസരിച്ച് അക്രമമെന്നും അനീതിയെന്നും അർത്ഥം കിട്ടും. ഇതൊന്നും അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല. ഇത് ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയാൻ, ഞാൻ എന്റെ മേൽ അതിക്രമം, അനീതി എന്ന് പറയുന്നതിനെ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹുവിനോട് വേറെ ആരെങ്കിലും കൽപ്പിക്കോ? ഇല്ല. അള്ളാഹു അല്ലാത്തവരോട് കൽപ്പിക്കാൻ അധികാരമുള്ളവരാണ്. അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ മേൽ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചതല്ല, അള്ളാഹുവെ നീ അക്രമം കാണിക്കരുത് എന്ന് പറയാൻ ആർക്കും അധികാരമല്ല. എന്നാൽ മനുഷ്യരോട് അള്ളാഹു അക്രമം ഹറാമാക്കിയപ്പോൾ അള്ളാഹു തന്നെ അത് സ്വയം നിഷിദ്ധമാക്കി. അള്ളാഹുവിൽ നിന്ന് അങ്ങനെ സംഗതി ഉണ്ടാവുകയില്ല, അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുകയില്ല. അള്ളാഹു അക്രമിയാണ്, അനീതിയാണ് എന്ന് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ അത് കുഫ്റായി. ഇത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് വജഅൽതുഹു ബൈനക്കും മുഹറമ. അക്രമം, അനീതി എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കുമേൽ ഹറാമാക്കിയിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ മേൽ ഹറാമാക്കിയ അതേ കാര്യം മനുഷ്യരോടും അള്ളാഹു ഹറാമാക്കി. എന്നിട്ട് അള്ളാഹു പറയുന്നു ഫലാ തലാലമൂ, മനുഷ്യരെ നിങ്ങൾ പരസ്പരം ലുൽമ കാണിക്കരുത്. അപ്പൊ നോക്കൂ, അള്ളാഹുവിന്റെ മേൽ നടപ്പിലാക്കിയ ഒരു നിയമമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളായ അതിൽ ശ്രേഷ്ഠരായ മനുഷ്യരോട് അള്ളാഹു വിലക്കിയിട്ടുള്ളത്. അല്ലാതെ അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യം മനുഷ്യരോട് ചെയ്യരുത് എന്ന് പറഞ്ഞതല്ല. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യർ എത്രത്തോളം പാലിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഇമാം മുസ്ലിം അബൂദറുൽ ഗിഫാരി പറഞ്ഞതായി നബിയിൽ നിന്ന് ധരിച്ച ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം, ഇത്തഖുൽ ലുൽമ, അക്രമത്തെ, അനീതിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നൽ ലുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ. അക്രമം, അനീതി. ഇവിടെ ഈ അക്രമം, അനീതി എന്ന് പറയുമ്പോൾ വെറും തല്ലോ ഇടിയോ കുത്തോ മാത്രമല്ല, നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ എല്ലാ ലുൽമും ളുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദുനിയാവിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ അക്രമങ്ങളും ഇരുട്ടാകുന്നു. അപ്പോ ദുനിയാവ് ചെയ്ത അക്രമമൊക്കെ പരലോകത്ത് മനുഷ്യന് ഇരുട്ടായി അനുഭവപ്പെടും, വെളിച്ചമല്ല. എന്ന് പറഞ്ഞാൽ എന്താ, പരലോകത്ത് വെളിച്ചം കിട്ടുന്നവർ മാത്രമേ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അവന് മാത്രമേ നരകത്തിന്റെ മുകളിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള പാലമായി സ്ഥാപിക്കപ്പെട്ട പാലത്തിൽ കയറാൻ സാധിക്കുകയുള്ളൂ. ആ പ്രകാശം എത്ര കണ്ടു കുറയുന്നുവോ അതിനനുസരിച്ച് അവന് നടക്കാൻ സാധിക്കുകയില്ല. ഇതും പലപ്പോഴും നമ്മൾ വിശദീകരിച്ചതാണ്. ഈ അടുത്തൊരു ഖുത്ബയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പാലത്തിലൂടെ കടന്നു പോകുന്നവരുടെ വേഗതയെ സംബന്ധിച്ച് അവസാനം ഏറ്റവും വേഗത കുറഞ്ഞവനാരാ? അവന്റെ ശരീരത്തിൽ തള്ളവിരലിൽ മാത്രം അല്പം വെളിച്ചുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം. കപടവിശ്വാസി അതിന്റെ മുമ്പേ അവനിൽ ചെറിയ വെളിച്ചം ഉണ്ടാവും, പിന്നെ ആ വെളിച്ചം കെട്ടുപോകും. കാരണം എന്താ, ഓൻ ദുനിയാവിൽ അങ്ങനെ ജീവിച്ച ആളാണ്. ദുനിയാവിൽ ഈമാൻ ഉൾക്കൊണ്ടു എന്ന് പറയുന്നു, പിന്നെ അവൻ ഒഴിവാക്കിയിട്ട് അതിനെതിരിൽ പ്രവർത്തിക്കും, കപടനാണ്. ആ കാപട്യത്തിന്റെ സ്വഭാവം പരലോകത്തും അള്ളാഹു അടയാളമായി നൽകും. വെളിച്ചം കൊടുക്കും, ശരീരത്തിന്റെ ചില ഭാഗം കത്തും, പിന്നെ കെട്ടും. അത് കണ്ടാൽ മനസ്സിലാകും മുനാഫിക്കാണ്. ഓനും മനസ്സിലാവും ഞാൻ മുനാഫിക്കാ, ഞാൻ ഈ പാലത്തമ കയറേണ്ട ആളല്ല, നേരെ ഡയറക്റ്റ് നരകത്തിലേക്കാണ്. എന്നാൽ കെട്ടുപോകാത്ത പൂർണ്ണമായ വെളിച്ചം കിട്ടിയവരും ചെറിയ വെളിച്ചം കിട്ടുന്നവരുമായ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഒരാൾക്ക് വെളിച്ചം കുറയുന്നുവെങ്കിൽ അവനും പാലത്തിലൂടെ കയറാം, പക്ഷെ അവൻ അക്കരത്തിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ നരകത്തിൽ ചാടും. പിന്നെ അള്ളാഹു രക്ഷപ്പെടുത്തും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, എത്ര കണ്ട് ഇരുട്ട് ശരീരത്തിൽ മങ്ങലുണ്ടോ, പ്രകാശത്തിന് മങ്ങലുണ്ടോ, ആ മങ്ങൽ ദുനിയാവിൽ അള്ളാഹുവിനോടും മനുഷ്യരോടും ചെയ്ത അക്രമത്തിന്റെ ഫലമാണ് പരലോകത്ത് ഈ ഇരുട്ട്. അപ്പൊ ആ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമാണ് പൂർണ്ണമായ രക്ഷ എന്ന് പറയുന്നത്. അതുണ്ടാകണമെങ്കിൽ ദുനിയാവിൽ അള്ളാഹുവിനോടോ മനുഷ്യരോടോ ഇനി സൃഷ്ടികളോടോ അക്രമം കാണിക്കുക, അനീതി കാണിക്കുക എന്ന പ്രവൃത്തി ഒരുത്തന്റെ ജീവിതത്തിൽ ദുനിയാവിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇനി പരലോകത്താകട്ടെ ഇമാം മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് കാണാം, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ. പരലോകത്ത് ഖിയാമത്ത് നാളിൽ, അതായത് മരിച്ചതിന് ശേഷം പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും വിചാരണകൾ നടക്കുകയും അള്ളാഹു മലക്കുകളും വരികയും ഇതൊക്കെ നരകവും സ്വർഗവും ഒക്കെ ഹാജരാക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമായതുകൊണ്ടാണ് യൗമുൽ ഖിയാമ, നീതിയുടെ തുലാസ് അള്ളാഹു കൊണ്ടുവരുന്ന ദിവസം. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യൗമുൽ ഖിയാമ, നിലവിൽ വരുന്ന ദിവസം എന്ന് ആ ദിവസത്തിന് പേര് കിട്ടിയത്. ആ ദിവസത്തിൽ തീർച്ചയായും ഖിയാമത്ത് നാളിൽ എല്ലാ അവകാശങ്ങളും എല്ലാ ഹക്കുകളും അതിന്റെ അവകാശപ്പെട്ട ആളുകളിലേക്ക് തിരിച്ചു കൊടുക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആരോട് എന്ത് അക്രമം അനീതി കാണിച്ചിട്ടുണ്ടോ
ദുനിയാവിൽ അത് ഉപയോഗിക്കാം അന്യായമായ നിലക്ക്. പക്ഷെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഏതു തരത്തിൽ രക്തത്തിലാണെങ്കിലും സ്വത്തിലാണെങ്കിലും അഭിമാനത്തിലാണെങ്കിലും ശരി അന്യായം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരലോകത്ത് തിരിച്ചു കൊടുക്കപ്പെടുന്ന ദിവസമാണ്. ആർക്ക്? മർദ്ദിതനായ ആൾക്ക്, ആക്രമിക്കപ്പെട്ട ആൾക്ക്, അനീതിക്ക് വിധേയനായ ആൾക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കപ്പെടും. എങ്ങനെ കൊടുക്കപ്പെടും? എത്രത്തോളം? ഹത്താ യുഖാദ ലിശാത്തിൽ ജൽഹാഇ മിനശാത്തിൽ ഖർന. കൊമ്പുള്ള ആടിന് പരലോകത്ത് ഈ ജീവികളെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പറയും, കൊമ്പുള്ള ആടിൽ നിന്ന് കൊമ്പില്ലാത്ത ആടിനു വേണ്ടി പ്രതികാരം നടത്തപ്പെടും. ആടുകളെ കൂട്ടത്തിൽ നമുക്കറിയാം ചെമ്മരിയാട് പോലുള്ള കൊമ്പില്ലാത്ത ആടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കൊമ്പുള്ള ആടുകളുണ്ട്. വേറെയും ചില ഇനങ്ങളും തീരെ കൊമ്പില്ലാത്തതുണ്ട്, പുതിയ സങ്കര ഇനങ്ങൾ. അപ്പൊ ഈ കൊമ്പുള്ള ആടുകൾ കൊമ്പില്ലാത്ത ആടുകളെ കുത്താം ചിലപ്പോൾ. എന്നാൽ കൊമ്പുള്ള ആടുകൾ കൊമ്പില്ലാത്ത ആടിനെ കുത്തിയതിന്റെ പ്രതികാരം പരലോകത്തുണ്ടാകും. ഇത് രണ്ടിനെയും അള്ളാഹു കൊണ്ടുവരും. ആടിനെ ഉദാഹരണമായി പറഞ്ഞതാണ്. ഇതുപോലെ ജന്മസിദ്ധമായ ചില ഗുണങ്ങൾ നൽകപ്പെട്ട മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങൾ അതിനെതിരായി പ്രവർത്തിച്ചാൽ പരലോകത്ത് അള്ളാഹു കൊണ്ടുവരികയും കുത്തിയ ആടിനെ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകിക്കൊണ്ട് അള്ളാഹു തിരിച്ചു കുത്തിക്കുകയും ചെയ്യും. അതാണ് പ്രതിക്രിയ. അപ്പൊ സംശയം ഉണ്ടാവും, പരലോകത്ത് മനുഷ്യന്മാർ മാത്രമല്ലേ ആടും പൂത്തൊക്കെ ഉണ്ടാവോ? ഖുർആനിലെ സൂറത്ത് തക്വീർ നമ്മൾ താഴെ ഒന്ന സൂറത്താണ്. വൈദൽ വുഹൂശു ഹുശിറത്. വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരലോകത്ത് വന്യമൃഗങ്ങളെ ഒക്കെ അള്ളാഹു ഹാജരാക്കും. എന്തിനാണ്? അപ്പൊ ഈ ഹദീസ് അനുസരിച്ച്, ആയത്തനുസരിച്ച് പരലോകത്ത് ഇവരെ കൊണ്ടുവരും. എന്നാൽ ശാശ്വതമായ സ്വർഗമോ നരകമോ ഈ വന്യമൃഗങ്ങൾക്കുണ്ടാവോ? ഇല്ല. ഇത് കൊണ്ടുവന്ന് ഈ പ്രതിക്രിയ നടപ്പിലാക്കി എന്നിട്ട് പിന്നെ അവ വീണ്ടും ചത്തുപോകും, ചത്ത് മണ്ണായി പോകും. ബാക്കിയാകുക ആരാണ്? മനുഷ്യന്മാര് മാത്രം. മനുഷ്യൻ, ജിന്ന്, പിശാചുക്കൾ ആണ് രക്ഷാശിക്ഷകൾ പൂർണ്ണമായി നൽകപ്പെടുന്നത്. മറ്റത് അതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തിനാ? ആടിന് ബുദ്ധിയില്ലല്ലോ, അല്ലെങ്കിൽ പോത്തിന് ബുദ്ധിയില്ലല്ലോ, പിന്നെന്തിനാണ് അതിനെ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്? അതിന് പണ്ഡിതന്മാർ നൽകിയ മറുപടി എന്താണ്? മനുഷ്യനെ ബോധ്യപ്പെടുത്താനാണ്. കണ്ടോ, മൃഗങ്ങൾ പോലും ചെയ്ത അന്യായം, അക്രമത്തിന് പരലോകത്ത് അള്ളാഹു പ്രതികാരം ചെയ്യുന്നു. അപ്പൊ പിന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്ത അന്യായങ്ങളും അക്രമങ്ങളും ഉണ്ടെങ്കിൽ അതിന് പകരം തീർച്ചയായും നിങ്ങൾക്കും ഇവിടെ പ്രതിക്രിയയുണ്ട്. മർദ്ദിതൻ ബേജാറാകേണ്ടതില്ല. അവന് വിശ്വാസിയാണെങ്കിൽ ആ മർദ്ദനത്തിന് പകരം തിരിച്ചു ചോദിക്കപ്പെടും എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാകുന്നു. ഇനി ഈ മൃഗങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിച്ചാൽ ബുദ്ധിയില്ല, പക്ഷേ അവർക്ക് അതിന്റേതായ മാർഗദർശനം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച ജീവികൾക്കെല്ലാം മാർഗദർശനം നൽകിയവനാണ് എന്റെ റബ്ബ് എന്ന് റബ്ബിനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയതായി പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഒരു മൃഗീയം എന്ന് നമ്മൾ പറയല്ലോ. മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്കുള്ളതായ കാരുണ്യമുണ്ട്, അവരുടേതായ ഗുണങ്ങളുണ്ട്. ഇപ്പോ ചില ജീവി, ഇപ്പൊ അടുത്തും വന്ന് ചില വാർത്തകൾ, ചത്ത ജീവിയുടെ അടുത്ത് അതേ വർഗത്തിൽപ്പെട്ട ജീവനുള്ള മൃഗം കാവൽ നിൽക്കുന്നു, അതിനെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വന്ന പത്രവാർത്ത എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ നാടിനടുത്ത് കൊടുവള്ളി, അവിടെ 2 കഴുതകൾ ഉണ്ടായിരുന്നു. ആരോ വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ കൊണ്ടുവന്ന, ആരോ ഇറക്കിയതോ അങ്ങനെ നാട്ടിൽ ആരതുമല്ല, ആ അങ്ങാടി കൊണ്ട് നടക്കും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഇത് രണ്ടും ഒരുമിച്ചാ പോവുക. ഒന്ന് ചത്തു. ഒന്ന് ചത്തപ്പോൾ ജീവനുള്ള കഴുത ഇതിന്റെ അടുത്ത് കരഞ്ഞു നിൽക്കുന്നു, കണ്ണിൽ നിന്ന് വെള്ളൊലിപ്പിച്ച് അവിടെ കാവലാൻ. ഇതിനെ എടുത്തു മാറ്റുന്നത് വരെ ആ കുതിര എങ്ങോട്ടും പോയി, കഴുത എങ്ങോട്ടും പോയില്ല. ഇത് വാർത്തയായിരുന്നു, പത്രങ്ങളിലൊക്കെ വന്നിരുന്നു, ഫോട്ടോ സഹിതം. അതെന്താ? സഹജീവി സ്നേഹം എന്ന് പറയുന്നത് ജീവികൾക്ക് അള്ളാഹു കൊടുത്തതാണ്. അതുപോലെ തന്നെ പരസ്പരം ആക്രമിക്കാൻ പാടില്ല എന്ന ഒരു വഴിയും നിർദ്ദേശവും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്നാൽ വേറെ വർഗത്തിൽപ്പെട്ട ഒരു ജീവി മറ്റൊന്നിനെ ആക്രമിക്കുക അത് അള്ളാഹു അനുവദിച്ചതാണ്. വലിയ ജീവികൾ ചെറിയതിനെ എര പിടിച്ചു തിന്നുക, ചെറുത് വലുതിന്റെ ഇരയായിരിക്കും. അത് അങ്ങനെ അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനം. അത് കുറ്റകരമല്ല. ഇതുപോലെ മനുഷ്യൻ മറ്റേ പല ജീവികളെയും വേട്ടയാടി തിന്നുന്നത് പോലെ അത് അക്രമമാണ്, അന്യായമാണ് എന്ന് ഈ ജന്തു സ്നേഹം പ്രകടിപ്പിക്കുന്ന ആരെങ്കിലും പറയോ? ജന്തു സ്നേഹം പ്രകടിപ്പിക്കുന്നവനും കോഴി അറുത്തുന്നുണ്ട്, പോത്തിന് അറുത്തുന്നുണ്ട്, അത്തുന്നവൻ അക്രമിയാണോ? അല്ല, അതല്ല അനുവദിച്ചതാണ്. അപ്പൊ അങ്ങനെ ജന്മസിദ്ധമായ ചില വാസനകളുണ്ട്, അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിനുള്ള പ്രതിക്രിയ പരലോകത്തുണ്ടാകുന്നു. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത, ഇവിടുന്ന് എന്ത് പോക്കിരിത്തരം കാണിച്ചാലും എന്ത് അക്രമം കാണിച്ചാലും പരലോകത്ത് രക്ഷപ്പെടുകയില്ല. അവിടെ അതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും എന്നല്ല, അതിന്റെ തിക്തഫലം അങ്ങനെ തന്നെ അനുഭവിക്കേണ്ടി വരും. ഏത്? കുത്തിയവന് തിരിച്ചവിടെ കുത്തു കിട്ടുന്നത് പോലെ അതേ രീതിയിൽ അള്ളാഹു അവിടെ പ്രതികാര പ്രക്രിയ നടപ്പിലാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഖുർആനും ഹദീസും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏത്? അക്രമത്തിന്റെ ഒരു ഇനവും വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നത്. നേരത്തെ പറഞ്ഞ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രക്തം, പിന്നെ സ്വത്ത്, അഭിമാനം എന്നിവയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വൈലക്കും ഔ വൈഹക്കും, അല്ലയോ മനുഷ്യരെ നിങ്ങൾക്ക് നാശം
എന്താ നാശം? ആരോടാ ഭരണം നോക്കണം? സ്വഹാബികളുടെ മുന്നിൽ അവരോട് സംബോധന ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തർജിഉ ബഅദി കുഫാരൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദിൻ. നിങ്ങൾ എന്റെ മുന്നിൽ ഇത് കേൾക്കുന്ന സഹാബത്തെ, അവരാണല്ലോ പ്രഥമ സംബോധിതർ, നിങ്ങൾ ഞാൻ മരിച്ചാൽ, കാരണം ഹജ്ജോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോവുകയാണ് എന്ന വിവരം നബിക്ക് കിട്ടിയിട്ടുണ്ട്, സൂചനയാണ് അത്. അദ്ദേഹത്തിന്റെ സംസാരത്തിലും വേറെ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നബി പറയുന്നത്, ഞാൻ മരിച്ചാൽ എനിക്ക് ശേഷം നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ പിരടി വെട്ടുന്ന കാഫിറുകളായി മാറരുത് എന്ന് താക്കീത് കൊടുത്തത് നബിയുടെ മുന്നിലിരിക്കുന്ന നബിയോടൊപ്പം ജീവിച്ച, നബിയെ പറഞ്ഞത് അക്ഷരം പ്രതി പാലിച്ച, നബിയോടൊപ്പം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന നബിയുടെ സഹാബത്തിനോടാണ്. അപ്പൊ അത് നമ്മൾക്ക് എത്രത്തോളം ബാധകമായിരിക്കും നമ്മൾ ഓർക്കണം. അപ്പൊ ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു മനുഷ്യന്റെ മാനം കെടുത്തുന്നതിനേക്കാളും സമ്പത്തിൽ അക്രമം പ്രവർത്തിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ രക്തത്തിൽ വരുത്തുന്ന അക്രമമാണ്. അതാണല്ലോ പെരടി വെട്ടുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവൻ അപകടപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഹദീത്തുകളിൽ കാണാം, പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു റിപ്പോർട്ടിൽ നമസ്കാരമെന്ന് കാണാം, മറ്റൊരു റിപ്പോർട്ടിൽ രക്തമെന്നുണ്ട്. രണ്ടും വൈരുദ്ധ്യമല്ല. അതാണ് പണ്ഡിതന്മാരുടെ ജമ്മ ഇത് പറഞ്ഞത്. എന്നാൽ ചില ആൾക്കാർ പറയും എതിരായ ഹദീതൊക്കെ തള്ളണം, പൊരുത്തല്ലാത്ത ഹദീതൊക്കെ തള്ളണം. എന്നാൽ പണ്ഡിതന്മാർ അതിനെ ജമ്മ ചെയ്തിട്ട് പറഞ്ഞു, നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യനും അള്ളാഹുവുമായുള്ള ഇടപാടാണ്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുക നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. പടപ്പുകൾ തമ്മിലുള്ള വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തത്തിന്റെ മൂല്യമാണ്, അതിന്റെ പവിത്രതയാണ്, അതിന് കളങ്കമേൽപ്പിക്കലാണ്. അതുകൊണ്ട് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാമത്തെ ചോദ്യം, നീ ആരെ ആക്രമിച്ചു, ആരെ ദ്രോഹിച്ചു, ആരെ രക്തം ചിന്തി, ആരെ മുറിവേൽപ്പിച്ചു എന്നതായിരിക്കും. അപ്പൊ രണ്ടു തമ്മിൽ വൈരുദ്ധ്യമല്ല. അപ്പോ നമ്മൾ ഒന്നാമതായി ഉത്തരം പറയേണ്ടി വരുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയം രക്തത്തിന്റെ കാര്യത്തിലാണ് എന്നത് ആ വിഷയത്തിലുള്ള താക്കീതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമ്പത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേട്ടതാണ്. ഞാൻ എന്റെ വിശദീകരണങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകില്ല. ഒരുത്തൻ മറ്റൊരുത്തന്റെ ഒരു ചാൺ ഭൂമി, ഒരു ചാൺ എന്ന് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ അളക്കുന്നതാണ്, ഇത്ര ഭൂമി ഒരുത്തൻ മറ്റൊരുത്തേണ്ടത് കൈവശപ്പെടുത്തിയാൽ, അന്യായമായി കൈക്കലാക്കിയാൽ, ആ ഭൂമിയുടെ ഒരു ചാണ് മാത്രമല്ല, ഇങ്ങനെ 7 ഭൂമിയുടെ താഴോട്ട്, അതായത് ആകാശം 7 തട്ടുകളായതുപോലെ ഭൂമിയും 7 തട്ടുണ്ട്, 7 ഭൂമിയുണ്ട് എന്ന് ഖുർആനിന്റെ സൂചനയിൽ നിന്നും ഹദീസിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ താഴോട്ട് ഒരു ചാൺ ഭൂമിയാണ് എടുത്തതെങ്കിൽ, ഒരു ചാൺ തന്നെ ഒരു ചാണിനെ കുറച്ചായാൽ കുറ്റല്ലാന്നല്ല, അതൊരു അതിശയോക്തിക്ക് വേണ്ടി പറഞ്ഞാണ്. എത്ര എടുത്താലും ശരി, അതേ അളവിൽ ഭൂമി താഴോട്ട് 7 ഭൂമിന്റെ അടി വരെ എത്രയുണ്ടാകുമോ ഒരു വളയാക്കി മാറ്റും. എന്നിട്ട് ഈ 7 ഭൂമിന്റെ അടിവരെയുള്ള മണ്ണെടുത്ത് ഒരു വളയമാക്കി അത് കഴുത്തിൽ ഒരു ആഭരണമായി അണിയിക്കും. ഇത് മനുഷ്യന് താങ്ങാൻ കഴിയും? ഒരു കൊട്ട മണ്ണെടുക്കാൻ പറ്റാത്തവനുണ്ട്. 7 ഭൂമിന്റെ താഴെ വരെയുള്ള മണ്ണ് ഒരു വളയമാക്കി കഴുത്തിലിട്ടാൽ ഇത് അവൻ വഹിച്ച് നടക്കാൻ പറ്റുമോ? നേരെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അത്രക്ക് കടുത്ത ശിക്ഷ ഇതിന്റെ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സമ്പത്തിന്റെ വിഷയത്തിലുള്ള അതിക്രമത്തിന്റെ അതിന്റെ ആഴമാണ്, അല്ലെങ്കിൽ ഭീകരതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇത്തരം കാര്യങ്ങളിൽ വളരെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു അക്രമവും അന്യായവും ചെയ്യാത്തവരായി യഥാർത്ഥ നീതിമാന്മാരും ആയിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ഇതിന്റെ വിശദാംശങ്ങളും മറ്റു കാര്യങ്ങളും അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഖുതുബയിൽ പറയാം. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കാം. ചിലപ്പോ വലിയ പോക്കിരികളായ, തമ്മാടികളായ, കണ്ടവരെയൊക്കെ കൈകൊണ്ടോ നാവുകൊണ്ടോ ഒക്കെ ദ്രോഹിച്ച് നടക്കുന്ന ആളുകൾ, അവര് വിചാരിക്കും ഞാൻ എത്ര കാലം ഇങ്ങനെ നടക്കുന്നു, എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഒരു പ്രശ്നവും എന്നെ ബാധിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല, അള്ളാഹു എന്നെ അങ്ങനെ നീട്ടിത്തന്നത് ഞാനൊരു കുറ്റവാളിയോ അക്രമിയോ അനീതിയോ ആകാത്തത് കൊണ്ടാണ് എന്ന് വിചാരിക്കുകയും ഈ ചെയ്യുന്ന തോന്നിവാസങ്ങളിലും അക്രമങ്ങളിലും അന്യായങ്ങളിലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും. എന്നാൽ അത് അള്ളാഹു എനിക്ക് ചെയ്തു തന്ന നിയമത്തോ ഞാൻ ചെയ്യുന്ന അക്രമത്തിനും അനീതിക്കുമുള്ള സഹായമോ അല്ലെങ്കിൽ അതിന്റെ ഗൗരവക്കുറവോ ആണ് എന്ന് വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് ഓതി പിന്നെ ഒരു ആയത്ത് ഓതിക്കൊണ്ട് വിശദീകരിച്ചു. ഇന്നല്ലാഹ ല യുംലി ലിദ്ദാലിം. അക്രമിയായ അനീതി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അള്ളാഹു സാവകാശം നൽകും. എല്ലാ അക്രമിയെയും ദുനിയാവിൽ അപ്പം തന്നെ പിടിച്ചു കുഴിച്ചു മൂടുക, ശിക്ഷിക്കുകയല്ല. അള്ളാഹു അവന് അംഹല നീട്ടിക്കൊടുക്കുക, ആയുസ് സമയം നീട്ടിക്കൊടുക്കും. അക്രമം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹു ഒരു അക്രമം ചെയ്താൽ അപ്പം തന്നെ പിടികൂടി ശിക്ഷിക്കുകയാണെങ്കിൽ ഭൂലോകത്ത് ആരുണ്ടാവില്ല എന്ന്
ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫൈദാ അഖദഹു ലം യുഫ്ലിതുഹു, എന്നാൽ അങ്ങനെ അവധി നീട്ടിക്കൊടുക്കും. അന്യായം ചെയ്യുന്നിടത്തോളം ചെയ്യട്ടെ, എന്നാൽ ഒരു പിടുത്തം അള്ള പിടിക്കും. ആ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ലം യുഫ്ലിതുഹു, അവനെ അള്ളാഹു രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. പിന്നെ പോക്കിരിത്തരം നടക്കൂല അള്ളഹാനോട്. ആ പിടുത്തം പിടിച്ചാൽ പിന്നെ അവിടെ കിടന്നത് തന്നെ. തുമ്മ ഖറഅ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് ഹൂദിലെ 102 ആയത്ത് ഓതിക്കേൾപ്പിച്ചു. അതെന്താ? വകദാലിക്, ചില സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ള പറയാൻ പൂർവികരായ ആളുകൾക്കുണ്ടായ ശിക്ഷയെ സംബന്ധിച്ച്, ദുനിയാവിൽ നൽകിയ ശിക്ഷയെ സംബന്ധിച്ച്. വകദാലിക്, അങ്ങനെയാണ് അഖ്ദു റബ്ബിക, നിന്റെ റബ്ബിന്റെ അഖ്ദ് എന്ന് പറഞ്ഞാൽ പിടിക്കുക, സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ അഖ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷ കൊണ്ട് പിടികൂടുക എന്നാണ്. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ പിടികൂടൽ. ഇദാ അഖദൽ ഖുറാ വഹിയ ലാലിമത്തുൻ, അന്യായം പ്രവർത്തിച്ച, നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അന്യായം അക്രമം പ്രവർത്തിച്ച ഒരു ഗ്രാമത്തെ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമക്കാരെ, ഒരു നാട്ടിൽ അന്യായവും അക്രമവും പ്രവർത്തിക്കുന്ന ആളുകളെ ആ നാടടക്കം അള്ളാഹു പിടികൂടി ശിക്ഷിച്ചാൽ, അങ്ങനെ നാടടക്കം ഭൂമിയിലേക്ക് ആഴ്ത്തിയ, അടിമേൽ മറിച്ച പല സമൂഹങ്ങളെയും നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ അള്ളാഹു പിടികൂടുകയാണെങ്കിൽ ഇന്ന അഖ്ദഹു അലീമുൻ ശദീദുൻ, അള്ളാഹുവിന്റെ ആ പിടുത്തം വളരെ വേദനയുള്ളതും കടുത്തതുമാകുന്നു എന്ന ആയത്ത് ഓതിക്കേൾപ്പിച്ചു ഈ ഹദീസിന് ശേഷം. അപ്പോൾ എന്താണ്? ലയുംലി, അക്രമിക്ക് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കാം. അപ്പൊ അത് എനിക്ക് അള്ളാഹു തന്ന അംഗീകാരമാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തിന്മയല്ല, ഇതിനൊന്നും കുഴപ്പമില്ല, അള്ളാഹു എനിക്ക് ആയുസ് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകാം എന്നാരും വിചാരിക്കേണ്ടതില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പറഞ്ഞത് കാണാം. ഒരാൾക്ക് അക്രമം ചെയ്ത ഒരാളെ നീതിപരമായി അള്ളാഹു പിടികൂടുകയാണെങ്കിൽ അയാളുടെ അക്രമം അതോടുകൂടി തീർന്നു, അതിന്റെ അനുഭവിച്ചാൽ മതി. എന്നാൽ ഒരാൾ അക്രമം ചെയ്യുന്നു, വീണ്ടും അള്ളാഹു അയാൾ അങ്ങനെ നീട്ടിയിടുന്നു. ഇത് പരീക്ഷണത്തിന് മേൽ വലിയ പരീക്ഷണമാണ്, ആപത്തിനുമേൽ വലിയ ആപത്താണ്. എന്താണ്? അക്രമം ചെയ്തു എന്നൊരാപത്ത്. ആ ആപത്തിനപ്പുറത്ത് അള്ളാഹു അയാൾക്ക് വീണ്ടും അവസരം കൊടുക്കുന്നു, അപ്പൊ തന്നെ പിടികൂടുന്നില്ല, ആയുസ് നീട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ അള്ളാഹു വീണ്ടും ഇവൻ പിൻവാങ്ങാൻ തയ്യാറുണ്ടോ, അക്രമം അവസാനിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി വീണ്ടും അവനെ നീട്ടിക്കൊടുക്കുകയും എന്നിട്ടും അവൻ തിരുത്താതിരിക്കുകയും ചെയ്യുക എന്നത് അവൻ അള്ളാഹുവിൽ നിന്ന് ഏൽക്കുന്ന, അല്ലെങ്കിൽ അവൻ ചെയ്തു കൂട്ടുന്ന മുസീബത്തിന് മേൽ മുസീബത്താണ്. അപ്പൊ അവൻ കൂടുതൽ അപകടത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അക്രമം പ്രവർത്തിക്കുന്നവനും ഒരു പാപിയും ഒരു അന്യായം പ്രവർത്തിക്കുന്നവനും ഇത് തെറ്റിദ്ധരിക്കേണ്ടതില്ല, വഞ്ചിതനാകേണ്ടതില്ല. മറിച്ച് ഞാൻ മറ്റവരെക്കാൾ കൂടുതൽ ശിക്ഷയ്ക്ക് വിധേയനാകാൻ പോകുന്ന, പടിപടിയായി അള്ളാഹു എന്നെ കടുത്ത ശിക്ഷയിലേക്ക് കൊണ്ടുപോവുകയാണ്, അതിൽ ഞാൻ പിൻവാങ്ങേണ്ടതുണ്ട് എന്ന ബോധമാണ് അവനുണ്ടാവേണ്ടത്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അവൻ വിചാരിക്കാത്ത ഒരു സ്ഥലത്ത് ഫയൂഹദു അലാ ഗിർറ, പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ അള്ളാഹു അവനെ പിടികൂടിയേക്കാം. അതുകൊണ്ട് ആ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടേണ്ടതാണ് എന്ന ബോധം ഒരാൾക്കുണ്ടാകണം എന്ന പാഠമാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയായ വിശ്വാസികളായി അക്രമത്തിന്റേതല്ലാത്ത